അർത്തുങ്കൽ ഒറ്റമശ്ശേരിയിലെ കടലേറ്റം കടൽഭിത്തി നിർമ്മാണത്തിലെ പ്രതിസന്ധി അകലുന്നു. തുക 23.69 കോടിയായി ഉയർത്തി. നിർമ്മാണം പുനരാരംഭിക്കാൻ നടപടികൾ പൂർത്തിയായതായി മന്ത്രി പി പ്രസാദ്. ചേർത്തല താലൂക്കിൽ ഗുരുതരമായ കടലേറ്റ ഭീഷണി നിലനിൽക്കുന്ന സ്ഥലമാണ് ഒറ്റമശ്ശേരി തീരം. ഇവിടുത്തെ സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിന് 23.69 കോടി അനുവദിച്ച് ഭരണാനുമതിയായി. നേരത്തെ പദ്ധതിക്കായി അനുവദിച്ചിരുന്ന 15.5 കോടിയിൽ പ്രവർത്തനങ്ങൾ പൂർത്തിയാകില്ലെന്ന പഠന റിപ്പോർട്ടിന്റെ സാഹചര്യത്തിലാണ് 52.52% അടങ്കൽ തുക ഉയർത്തി അനുമതിയായത്. തുകയ്ക്ക് ഭരണാനുമതിയായ സാഹചര്യത്തിൽ നിർത്തിവച്ചിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാനും നടപടിയായി. കിഫ്ബി പദ്ധതിയിലാണ് പുലിമുട്ടോടുകൂടിയുള്ള സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നത്. നിലവിൽ കരാർ ഏറ്റെടുത്തിരിക്കുന്ന രാമലിംഗം കൺസ്ട്രക്ഷൻസ് തന്നെയാണ് പ്രവർത്തനങ്ങളുടെ ചുമതല. 960 മീറ്ററിൽ കടൽ ഭിത്തിയില്ലാത്ത ഭാഗത്തായിരിക്കും നിർമ്മാണം. ഇതോടെ കടലേറ്റത്തിന് പൂർണ്ണമായ പരിഹാരമാകുമെന്ന് മന്ത്രി പറഞ്ഞു. നമ്മുടെ തീരമേഖല ഗൗരവതരമായ ഇടപെടൽ ആവശ്യമുള്ള ഒരു മേഖലയാണ്. അതിലൊന്ന് തീരത്തെ ജനങ്ങളുടെ ഒരു സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. തീരമേഖലയിൽ തീരത്തെ ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന ഒരു അനിവാര്യമായ ഘടകം കടൽക്ഷോഭത്തിൽ നിന്ന് അവിടുത്തെ ജനങ്ങളെ രക്ഷിക്കുക എന്നുള്ളതാണ്. കാലങ്ങളായി നമ്മൾ കടൽ ഭിത്തി നിർമ്മാണവും മറ്റു പ്രവർത്തനങ്ങളെല്ലാം അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും നമ്മുടെ മണ്ഡലത്തിലെ ഒറ്റമശ്ശേരി അടങ്ങുന്ന മേഖലയിൽ കടൽ ഭിത്തികൾ ഉണ്ടായിരുന്നു. പഴയകാലത്ത് ചില മേഖലകളിലൊക്കെ പ്രാദേശിക ജനവിഭാഗത്തിൻ്റെ അവരുടെ ഒരു ഇടപെടലിൻ്റെ ഭാഗമായിട്ടുമല്ല ഇത്തരത്തിൽ ചില പ്രദേശങ്ങൾക്ക് അന്ന് ഒഴിവാക്കി നിർത്തുന്നതിന് കാരണമായിട്ടുണ്ട്. എന്നാൽ ഒറ്റമശ്ശേരിയിൽ ഇതൊന്നും ഇല്ലായിരുന്നതിൻ്റെ ഭാഗമായി കടൽക്ഷോഭത്തിൻ്റെ പേരിൽ ഏറ്റവും വലിയ ദുരിതം കയറുന്ന ഒരു ജനതയായി ആ മേഖലയുടെ മാറി. സമാന്തരമായി തന്നെ ഇത് വേഗത്തിൽ അനുമതി ലഭിച്ച് നൽകുന്നതിനുള്ള ഒരു നീങ്ങി അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം അതിനുള്ള ഉത്തരവ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ 15.5 കോടി ആയിരുന്നു എന്നുള്ളത് 23.6 കോടി എന്ന തരത്തിലേക്ക് എത്തി. അതിന് നിർമ്മാണത്തിനുള്ള അനുമതി ലഭിച്ചിരിക്കുന്ന ഗവൺമെന്റ് ഉത്തരവും ഇറങ്ങിയിരിക്കുന്നത് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ്. ഒറ്റമശ്ശേരിയിൽ കാലങ്ങളായി അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു വലിയ പ്രതിസന്ധിക്ക് ഇത് മൂലം പരിഹാരമാവുകയാണ്. കാരണം ഈ വർക്ക് അവർക്കാണ് ചെയ്യാൻ കഴിയും, മറ്റ് തടസ്സങ്ങൾ ഇനി ഉണ്ടാവുകയില്ല. ഇത് അനുകരിച്ചുള്ള ഇത് കിഫ്ബിയുമായിട്ട് ധാരണയിലെത്തിക്കൊണ്ട് നിലവിൽ ചെയ്തുകൊണ്ടിരുന്ന രീതിയിൽ തന്നെ ചെയ്ത് മുമ്പോട്ട് പോകാൻ കഴിയും. 5 ടൺ എന്നുള്ള തരത്തിലേക്ക് തന്നെ അതിൻ്റെ നിർമ്മാണത്തിൻ്റെ ഭാഗം അത് ബാധിക്കും. അവരെ തന്നെ ഇതിനെ വർദ്ധിപ്പിച്ച 2 ടണ്ണിൻ്റെ ടെട്രാപോഡ് എന്നുള്ളതിന് പകരമായി 5 ടണ്ണിൻ്റെ ടെട്രാപോഡുകൾ നിർമ്മിച്ച് ഇത് സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ ഏർപ്പെടുത്തുന്നതിന് വേണ്ടി കരാറുകാരനെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വളരെ വേഗത്തിൽ തന്നെ ഈ പണി പൂർത്തിയാവാൻ പോകുന്നു എന്നുള്ളത് ഒരു സുപ്രധാനമായ കാര്യമാണ്.